എൻ്റെ പേര് അർജുൻ, എനിക്ക് 21 വയസ്സ്. ഞാൻ തൃശ്ശൂർ കിഴപ്പിളിക്കരയിൽ നിന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ കളിക്കാൻ വിടണം, പിന്നെ അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. കളി അവന് പ്രാന്താണ്. 24 മണിക്കൂറും കളിക്കുന്നുള്ള ഒരു വ്യക്തിയാണ്. പരിക്കായാലും ഇപ്പോഴും കളിക്കാന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. മിക്ക പ്ലേയേഴ്സ് ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ ഉപേക്ഷിക്കുക, ജോലിയുടെ ഇതിനൊക്കെ നോക്കലാണ്. പിന്നെ അവർക്ക് അതൊരു ഓർമ്മയായി, ഫുട്ബോൾ പണ്ട് ചെറുപ്പത്തിൽ കളിച്ചതൊക്കെ. അങ്ങനെ കുറേ കളിക്കാരുണ്ട് ഇപ്പോൾ. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിലാണുള്ളത്. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബ്ബായ തൃശ്ശൂർ മാജിക്കിലെ പ്ലെയർ അർജുന്റെ വീട്ടിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പൊ നമുക്ക് അർജുന്റെ വിശേഷങ്ങൾ അറിയാം. ഹായ് അർജുൻ. ഹലോ. തൃശ്ശൂർ മാജിക്കിലെ പ്ലെയർ ആണ്. എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ആയിട്ട് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നല്ല ടൂർണമെന്റ് കളിക്കാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. നാട്ടിലൊക്കെ ചെറുപ്പം തൊട്ട് കളിക്കുന്ന ആളാണോ? നാട്ടിലൊക്കെ കളിക്കുന്നതാണ്. എത്ര വയസ്സ് തൊട്ടാ? ഞാൻ ഇവിടെ ഒരു 8-9 വയസ്സ് തൊട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 21 വയസ്സ്. 21 വയസ്സിൽ തൃശ്ശൂർ മാജിക്കിൽ എത്തി. വലിയ നേട്ടമാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ടീമിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ടീമില് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സീനിയർ പ്ലേയേഴ്സിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എല്ലാരും സപ്പോർട്ടീവ് ആണോ? സീനിയർ പ്ലേയേഴ്സ് അവര് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. പിന്നെ ഫോറിനേഴ്സ് അവരൊക്കെ ഒരു വേറെ ലെവലാണ് കാര്യങ്ങളൊക്കെ. എത്ര ഫോറിൻ പ്ലേയേഴ്സാ ഉള്ളത്? 6 പേരാണുള്ളത്. 6 പേരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നോ? പിന്നെ ചിലവർക്ക് ഇങ്ങനെ ഇഞ്ചറി പറ്റി പ്ലേയേഴ്സിനൊക്കെ, ഫോറിനേഴ്സിന്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അർജുന്റെ ഫാമിലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. അർജുൻ എത്ര വയസ്സ് തൊട്ടാണ് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് നമ്മ തിരിച്ചറിയുന്നത്? 11 വയസ്സ് തൊട്ട്. 11 വയസ്സ് തൊട്ട് അർജുൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. കൊച്ചിലെ റൂമിലൊരു ബോൾ തട്ടി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് ആരാണ് അർജുന് ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുന്നത്? അച്ഛനാണ്. അപ്പൊ അച്ഛന് പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു അല്ലേ? അർജുൻ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ മാജിക്കിൽ എത്തി നിൽക്കുവാണ്. ഇത് അറിഞ്ഞപ്പോ എന്താ തോന്നിയത്? വളരെ സന്തോഷം തോന്നി. ആൾക്കാരോടൊക്കെ പറഞ്ഞോ എന്റെ മോൻ തൃശ്ശൂർ മാജിക്കിനൊപ്പം കളിക്കുന്നത്? എല്ലാവരോടും പറഞ്ഞു. അച്ഛൻ എങ്ങനെയാണ്? അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ? ഒരു കാര്യത്തിനും സ്ട്രിക്റ്റ് ആയിട്ടില്ല. അർജുന്റെ ഫുട്ബോൾ താല്പര്യങ്ങളെല്ലാം അച്ഛനോടാണോ ആദ്യം വന്ന് പറയുന്നതൊക്കെ? അങ്ങനെയൊന്നും പറയാറില്ലേ, അമ്മോട് പറയല്ല കാര്യം. അർജുന് 21 വയസ്സേ ഉള്ളൂ. 21-ാം വയസ്സിലാണ് ഇപ്പോൾ സൂപ്പർ ലീഗിൽ കളിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലെ ആഗ്രഹമുള്ള കുട്ടികൾ കാണുമല്ലോ. പാരൻസ് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. അങ്ങനെയുള്ള പാരൻസിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മക്കളെ കളിക്കാൻ വിടണം, പിന്നെ അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. സ്കൂളിലൊക്കെ അർജുൻ എങ്ങനെയായിരുന്നു? മിടുക്കനായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നോ? ചെറുപ്പം തൊട്ടേ നന്നായി പഠിച്ചിരുന്നു. പിന്നെ ഫുട്ബോളായിട്ടുള്ള അതായപ്പോ പഠിപ്പൊക്കെ ഒത്തിരി കുറവായി. ഇപ്പോൾ സ്പോർട്സ് കോട്ടയിലല്ലേ പഠിക്കുന്നത്? അത് ഫുട്ബോൾ കൊണ്ടുള്ള നേട്ടമല്ലേ? എല്ലാ മാച്ചും കണ്ടായിരുന്നോ? കളിയൊക്കെ കാണാറുണ്ട്. കളി കാണാൻ പോയായിരുന്നോ? ഒരു വട്ടം മലപ്പുറത്തേക്ക് പോയിണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അർജുൻ കളിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ? കളിയൊക്കെ ഇഷ്ടപ്പെട്ടു. അർജുൻ എന്ന ഫുട്ബോളിന്റെ ജേണി എങ്ങനെയായിരുന്നു? പണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ പത്രത്തിൽ കണ്ടു ഇങ്ങനെ ട്രയൽസ് ഉണ്ടെന്ന്. ഇപ്പോൾ റിലയൻസ് ആയിരുന്നു നടത്തുന്നത്. അത് കണ്ട് രാവിലെ 5 മണിക്ക് ഞാനും ഒരു കൂട്ടുകാരനും കൂടി എറണാകുളത്ത് പോയി സെലക്ഷനായിട്ട്. അച്ഛൻ കൊണ്ടുപോയി ഞങ്ങളെ. എന്നിട്ട് അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. പിന്നെ തൃശ്ശൂർ ഒരു ട്രയൽസ് കൂടി ഉണ്ട് അതിൻ്റെ ബാക്കി. അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് 24 പേരെ ആക്കി എടുത്തിരുന്നുള്ളൂ. ഒരു 3000 പേരൊക്കെ വന്നിരുന്നു. അതിൽ കിട്ടി. എന്നിട്ട് മുംബൈയിൽ പോയി ഒരു 10 ദിവസം നിന്നിരുന്നു അവിടെ 10 ദിവസത്തെ ക്യാമ്പ് ചെയ്യുന്ന അവർ സെലക്ട് ചെയ്തില്ല. അവർ അതിൽ നിന്ന് ഒരു 24 പേരെ എടുത്ത് അവരൊരു ടീമാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അവരെന്നെ ഒരു പ്രൊഡിജിയുടെ ക്യാമ്പ് തുടങ്ങിയിരുന്നു, ബ്ലാസ്റ്റേഴ്സുകാരന്. പിന്നെ അതിൽ കുറച്ച് 2 കൊല്ലം അതിൽ നിന്നു ക്യാമ്പിൽ. പിന്നെ ഓരോ കോച്ചുമാരായിരിക്കും FC കേരള പറഞ്ഞ ക്ലബ്ബ് തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് കോച്ചില്ലേ ബ്ലാസ്റ്റേഴ്സിന്റെ പുരുഷോത്തമൻ, അതുപോലെ തന്നെ നാരായൺ മേനോൻ കോച്ച്, ഹമീദ് സാറ്, പിന്നെ ജിനി സാർ, അവരെ കൂടി FC കേരളയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോന്നു.
പിന്നെ FC കേരള കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടീമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രജനി സാറ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സബ് ജൂനിയറൊക്കെ കളിച്ചിരുന്നു, സബ് ജൂനിയർ ജൂനിയറൊക്കെ ഡിസ്ട്രിക്റ്റൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ഒന്ന് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ രജനി സാറുണ്ട് കോച്ച്, ആള് ഞങ്ങൾക്ക് ഒരു സ്കൂളിൽ നിർത്തി എല്ലാവരും കൂടി ഒരുമിച്ച് കളി നിർത്തണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ആ സ്കൂളിൽ ഞങ്ങൾ 9ാം ക്ലാസ് തൊട്ടിട്ട് ഇപ്പോൾ ഒരു കോളേജ് 3rd ഇയർ വരെ ആയില്ലായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ കുറേ പ്ലേയേഴ്സ് രണ്ട് പ്ലേയേഴ്സ് ISL കളിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു 3 പ്ലേയേഴ്സ് KSL കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മുത്തൂറ്റിലേക്ക് പോയത്. കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ പോലത്തെ ഇൻട്രസോം കളിയിൽ വിളിച്ചിട്ട് ഞാൻ മുത്തൂറ്റിൽ പോയി. അവിടെ KPL കളിച്ചു, KPL എല്ലാ കളിയും കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി ഇൻട്രസോം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി കിട്ടും ചെയ്ത് ക്യാമ്പിൽ. അവിടെ ശിവറാം സാറായിരുന്നു, ശിവറാം സാറ് സ്കൂളിൽ ടീമിൽ കിട്ടി, യൂണിവേഴ്സിറ്റി കിട്ടി. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഞങ്ങൾ തോറ്റു ഈ ഓൾ ഇന്ത്യ പോയപ്പോൾ. എന്നിട്ട് കേലോ ഇന്ത്യ ക്വാളിഫൈ ചെയ്തു ഞങ്ങൾ 8 ടീമിൽ. കേലോ ഇന്ത്യ ഓൾ ഇന്ത്യ ഞങ്ങൾ വിന്നേഴ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് മുത്തൂറ്റിൽ വന്നു. മുത്തൂറ്റിൽ ഡെവലപ്മെൻറ്റ് ലീഗ് ഉണ്ടായിരുന്നു. ഡെവലപ്മെൻറ്റ് ലീഗ് കളിച്ച് ഞങ്ങളിപ്പോൾ ഓൾ ഇന്ത്യയിൽ തേർഡായപ്പോൾ 3 ടീമിനെ ലണ്ടനിൽ കൊണ്ട് UK ഇന്റർനാഷണലിലേക്ക് പോയി. അപ്പോൾ ലണ്ടനിൽ പോയി ഒരു 10 ദിവസം നിന്നു. അവിടെ കളിച്ചു, അവിടുത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ഒപ്പം കളിച്ചു, തൃശ്ശൂർ മാജിക്സ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോന്നു. പിന്നെ അവരുടെ കൂടിയായിരുന്നു. പ്രൊഫഷണലിയൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ പോയി ഇന്റർനാഷണലി മാച്ചുകൾ ചെയ്തു. അപ്പോൾ എന്താണ് ഏറ്റവും വലിയൊരു മാറ്റം ഫീൽ ചെയ്തിട്ടുള്ളത്? മാറ്റം ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ അവിടെ പോയപ്പോൾ അവരുടെ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളി 3-4 വയസ്സ് താഴെയാണെങ്കിലും സൈസ് കാണുമ്പോൾ ഒരു ഇവിടുത്തെ ഒരു 25-26 വയസ്സായവരെ പോലെയാണ് അവരുടെ ഫുഡ് എല്ലാം. അതാണ് നമ്മൾ ഇന്ത്യക്കാരും അവരും തമ്മിലുള്ള മാറ്റമൊക്കെ മനസ്സിലായി. ഫോറിനേഴ്സ് വേറെ ഇതിലാണ്. അതായത് കുറച്ചുകൂടി തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയല്ലേ, സ്കില്ലുകൾ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. അവിടെ ചെന്ന് പിന്നെ അവരുടെ ഫുഡ്, അവിടുത്തെ ഫോറിനേഴ്സ് എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ കണ്ട് പഠിക്കാനൊക്കെ പറ്റി. അവരെ രീതികളൊക്കെ കണ്ട് അവരെ ഇപ്പോൾ എപ്പോൾ കണ്ടാലും ഗുഡ് മോർണിംഗ് പറയും, അല്ല ഫുഡ് കഴിച്ചോ അതൊക്കെ ചോദിക്കാവരൊക്കെ. എല്ലാവരും നല്ല രീതിയിലായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ. ഇപ്പൊ തൃശ്ശൂർ FC-യിലാണെങ്കിലും ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഒക്കെ ഇല്ലേ, എങ്ങനെയുണ്ട് അവരൊക്കെ? സപ്പോർട്ടീവാണ്? അവർ നല്ല സപ്പോർട്ടീവാണ്. ഇപ്പോൾ അവർ രാവിലെ തന്നെ നമ്മളിപ്പോൾ മലയാളീസ് ആയാലും ഫുഡ് കഴിച്ച നേരം പോകും, അവർ എപ്പോൾ കണ്ടാലും ഗുഡ് മോർണിംഗ് അത് പറയും. അതുപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാവരായിട്ട് നിൽക്കുക. അവർ പിന്നെ നമുക്ക് പഠിപ്പിച്ചു തരും ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്, അവരൊക്കെ കണ്ട് ഇങ്ങനെ പഠിച്ചു. അതായത് അവര് നമ്മളെ പേഴ്സണലി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർജുന്റെ അമ്മായിയാണ്. അർജുനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അമ്മായിക്ക് പറയാനുണ്ട്. ആന്റി എന്ത് തോന്നുവാണ്? സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അർജുൻ എന്തായാലും ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷ കുറച്ച് കാലം തൊട്ട് ഞങ്ങൾക്കുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് അർജുൻ്റെ മാമന്മാർ ഫുട്ബോൾ കളിക്കാർ തന്നെയാണ്. മാമന്മാർ ഇപ്പോൾ ഒരു മാമൻ്റെ അമ്മായിയാണ് ഞാൻ. അപ്പോൾ മാമന്മാർ കളിച്ചിരുന്നൊരു ക്ലബ്ബാണ് ആന്ധ്രപ്പോ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇപ്പം അർജുൻ ആ ഒരു ക്ലബ്ബിൽ കൂടെയാണ് വളർന്ന് വന്ന് ഇപ്പം ഈ ഒരു നിലയിലേക്ക് എത്തിച്ചു. ഒരു ഫുട്ബോൾ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന കുടുംബമാണ്. പിന്നെ എടുത്തു പറയുന്നത് അർജുൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ മക്കള് എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് അവരെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്ന ഒരാളാണ്. അവിടെ സാമ്പത്തികമോ അത്തരം കാര്യങ്ങളൊന്നും ആൾക്ക് വിഷയമല്ല. പിന്നെ ആൾ സ്വന്തം മക്കളെ മാത്രമല്ല ഈ രംഗത്തേക്ക് മറ്റു കുട്ടികളെ കൂടി, ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫുട്ബോൾ കളി എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉള്ള, ഇപ്പം എൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ നല്ല ഹൈറ്റുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഈ തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പേപ്പറൊക്കെ നോക്കുമ്പോൾ സ്പോർട്സ് ചാനൽ അത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ ഒക്കെ അർജുൻ്റെ അച്ഛൻ വിളിച്ചത് പറയും, അപ്പം അവരെ ആ രീതിയിലേക്ക് പറഞ്ഞയച്ചൂടെ. അങ്ങനെ ഇപ്പം എൻ്റെ അനിയത്തിയുടെ മോൻ 1 വർഷം അർജുൻ കൊടകര സഹൃദയ കോളേജിൽ അവിടെയാണല്ലോ നിന്ന് ക്യാമ്പിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ അനിയത്തിയുടെ മോൻ അർജുനെ മാതൃകയാക്കിക്കൊണ്ടാണ്, അവനിൽ നിന്നാണ് അവൻ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായത്. സന്തോഷമുണ്ട് എല്ലാവർക്കും, ഈ നാട്ടിലെല്ലാവർക്കും അറിയാം അർജുൻ. പിന്നെ എവിടെ ചെല്ലാലും അർജുൻ്റെ ഫ്ലെക്സ് ബോർഡ് ഇതൊക്കെ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ സന്തോഷം തന്നെയാണ് അതൊക്കെ കാണുമ്പോൾ. ഫ്ലെക്സ് ഒക്കെ തൃശ്ശൂർ, കുറുക്കഞ്ചേരി, പൂയം, തൃശ്ശൂർ പൂരം ഒക്കെ ആ സമയത്തൊക്കെ നമ്മുടെ ഈ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ കാണാനായിട്ട് പോകുമല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ ഇങ്ങനെ അർജുൻ്റെ ഫോട്ടോ കാണുമ്പോൾ പരിചയം കാണുന്നുള്ളൊരു കുട്ടിയുടെ ഫ്ലെക്സ് അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ
നല്ല കഴിവ് തെളിയിച്ച് ഉയർന്നു വരണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അച്ഛനാണ് അധികം കൊണ്ടുപോകലും ചെറുപ്പം തൊട്ടേ ബൂട്ടൊക്കെ മേടിച്ച് കൊടുക്കലും ജേഴ്സിയും ഇതൊക്കെ മേടിച്ച് കൊടുത്ത് അച്ഛനാണ് കൂടുതലായിട്ട് താല്പര്യമായിരുന്നത് ഫുട്ബോൾ കളിയോട്. അവൻ്റെ കളി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ കൂട്ടുകാർ പറയാറുണ്ട് പോകണം എന്ന്. നമുക്ക് അങ്ങനെ ഒരു ടൈം കിട്ടി, വണ്ടി വിളിച്ച് എല്ലാവരും പോകാൻ തയ്യാറായി. ടീമിൻ്റെ തൃശ്ശൂർ മാജിക് എഫ്സിലെ കളി കാണാൻ ഞങ്ങൾ എല്ലാവരും പോയി. അർജുന അതിൽ കളിക്കുന്നുണ്ടല്ലോ. മലപ്പുറത്തേക്ക് ഇവിടുന്ന് 10-26 പേര് പോയിരുന്നു ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി. നല്ല സന്തോഷമായിരുന്നു. ഞാൻ വളരെ അവൻ്റെ ഭാവി അവൻ തന്നെ നോക്കണം. ഇനി ദുശീല കൂട്ടുകെട്ടിലൊന്നും പോകാണ്ട് കളി അവന് പ്രാന്താണ്. 24 മണിക്കൂറും കളിക്കുന്നുള്ള ഒരു വ്യക്തിയാണ്. പരിക്കായാലും ഇപ്പോഴും കളിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല ആൾക്ക്. കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല അവനൊരിക്കലും. അവൻ്റെ അഭിപ്രായം അങ്ങനെ നടക്കട്ടെ അങ്ങനെ. പക്ഷേ ദൂഷ്യയിലെ കൂട്ടുകെട്ടിൽ പോയി സ്റ്റാമിന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല നിലയ്ക്ക് പോയാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്ത്യൻ കുപ്പായത്തിൽ ജേഴ്സി അണിഞ്ഞ് ദേശീയ ടീമിൽ കളിക്കുന്നത് കാണാൻ വലിയൊരു ആഗ്രഹമാണ്. അത് അവനും ഉണ്ട് ആ താല്പര്യം. അതിനുവേണ്ടി അവൻ പ്രയത്നിക്കുന്നുണ്ട്. അർജുൻ്റേത് ഒരു ഫുട്ബോൾ ഫാമിലിയാണ്. ചെറുപ്പം മുതലേ അർജുന് ഇൻസ്പിറേഷനായ അർജുൻ്റെ മാമനാണ് എൻ്റെ കൂടെ ഉള്ളത്. അങ്കിള് പണ്ട് മുതലേ ഫുട്ബോൾ കളിക്കുന്ന ആളാണല്ലേ? അതെ, ഞങ്ങളുടെ ക്ലബ്ബ് 1980 മുതൽ ആന്ധ്രാപ്രദേശ് സോക്കേഴ്സ് എന്നുള്ള ടീം. പക്ഷെ ഞങ്ങൾ പരിശീലനം കിട്ടിയിരുന്നില്ല. നാട്ടുമ്പുറത്തുള്ള എല്ലാവരുമായിട്ടും മാച്ചുകളും ഒക്കെ സംഘടിപ്പിച്ച് ഏറ്റവും പ്രശസ്തമായിട്ട് ഇവിടെ നാട്ടുമ്പുറത്ത് ഏറ്റവും പ്രശസ്തമായിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ക്ലബ്ബാണ്. അർജുൻ ചെറുപ്പത്തിലെ തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ ലോക്കൽ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ തന്നെ ആൾക്കാർ പറയാറുണ്ട് അവനിലൊരു പ്രതിഭ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെ അർജുൻ്റെ അച്ഛൻ തന്നെയാണ് നിരന്തരം പ്രോത്സാഹിപ്പിക്കുക. അവന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ആളെല്ലാവരുടെയും ഏത് ലോകത്തോണെങ്കിലും കൊണ്ടുപോകും. ശരിക്കും പാഠ്യേതര വിഷയത്തിൽ സാധാരണ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കാറില്ല, പഠിക്കണം എന്നുള്ള ഇതിന്. പക്ഷേ പാഠ്യേതര വിഷയത്തിൽ ഏറ്റവും അധികം പ്രോത്സാഹനം അവൻ്റെ അച്ഛൻ നൽകിയിട്ടുണ്ട്. അത് ഏതൊരു കാര്യത്തിലും, ഫുട്ബോളിൻ്റെ ഏതൊരു കാര്യത്തിലും അവനെവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. ഞങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിൽ ഇത്രയും ഉയർന്നു വന്നിട്ടുള്ള അഭിമാനം എപ്പോഴുണ്ട്. അവൻ്റെ സുഹൃത്തുക്കളും ക്ലബും ഒക്കെ പോസ്റ്റുകളൊക്കെ വെച്ച് അവനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്കിൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്കിളിന് ഒരുപാട് ആഗ്രഹങ്ങൾ കാണുമല്ലോ. അങ്കിളിന് എത്തിപ്പെടാൻ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ ഇപ്പോൾ അർജുൻ എത്തി നിൽക്കുവാണ്. എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും? അന്ന് ക്ലബ്ബുകളൊന്നും ഇല്ലല്ലോ. ഫുട്ബോളിൽ വലിയ ടീമുകളിൽ ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ കളിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഇത്. ഇപ്പോൾ ക്ലബ് ഫുട്ബോൾ വന്നപ്പോൾ പിള്ളേർക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്ന് വന്നിരിക്കുന്നു. പണ്ട് ഫുട്ബോൾ അവഗണിക്കപ്പെട്ട ഒരു ഇതായിരുന്നു. ലോക്കലിലുള്ളവർക്ക് മാത്രം അവർ തമ്മിലുള്ള മാച്ചുകൾ മാത്രമേ നടന്നിരുന്നുള്ളൂ. ഇപ്പോൾ ക്ലബ്ബ് ഫുട്ബോൾ വന്നതോട് കൂടിയിട്ട് വളരെയധികം അവസരങ്ങൾ വന്നിരിക്കുന്നു. ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഫുട്ബോളർമാരും ഉണ്ട് ഇപ്പോൾ ഇവിടെ. അടുത്തതൊരു ഗെയിമാണ്, റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്ന് ആൻസർ പറയണം. റൊണാൾഡോ ഓർ മെസ്സി? സ്പീഡ്. ലൂസ് ഡേസ്. ഡിഫെൻഡിങ്? മാൽഡിനി. ഗോൾ കീപ്പർ? കുർട്ടോയ്സ്. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? FC ബാഴ്സലോണ. കോച്ച്? പെപ് ഗാർഡിയോള. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും സക്സസ് ആവും. അതിനുള്ള തെളിവാണ് അർജുൻ. ദിസ് ഈസ് ലക്ഷ്മി സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ലീഗ് ഡയറീസ്. ബൈ ബൈ.